هلا صديق، أين أنتظركم هنا لبعض الوقت. كيف حالك؟ زين الحمد لله. ഞെട്ടിക്കണ്ട, അറബി പറഞ്ഞ് ഞെട്ടിക്കണ്ട. ഖത്തർ ഫൗണ്ടേഷന് കീഴിലെ ഖത്തർ ഡിബേറ്റ്സിന് കീഴിലെ സ്കൂൾ ഡിബേറ്റ്സ് ചാമ്പ്യൻഷിപ്പിൽ 1ാം സ്ഥാനം നേടിയ ഇന്ത്യയിൽ നിന്നുള്ള ടീമംഗങ്ങളാണ് എൻ്റെ കൂടെയുള്ളത്. ഒന്ന് പരിചയപ്പെടുത്തിയാലോ? മുഹമ്മദ് അഫ്ലഹ്, കോച്ചാണല്ലേ? കോച്ചാണ്. പേര് ഹാഷിം അഹമ്മദ്, അബ്ദുൽ ഹയ്യ്, മുഹമ്മദ് റബീ, മുബഷിർ സീപ്പ്. എങ്ങനെ ഉണ്ടായിരുന്നു പരിപാടി? അൽഹംദുലില്ലാ ഗംഭീരമായിരുന്നു. 4 ടീമുകളോടാണ് 3 ടീമുകളോടാണ് മത്സരിക്കാണ്ടായിരുന്നത്. അൽഹംദുലില്ലാ റൗണ്ട് മത്സരങ്ങളിൽ തന്നെ 3 ടീമിനെയും പരാജയപ്പെടുത്തി. അതിൽ തന്നെ ഉണ്ടായിരുന്ന മലേഷ്യ ആയിരുന്നു ഫൈനലിലെ എതിരാളികൾ. അൽഹംദുലില്ലാ അവരെയും പരാജയപ്പെടുത്തിയിട്ടാണ് ഈ ഒരു ചാമ്പ്യൻഷിപ്പിൽ അതിൻ്റെ പട്ടം ഞങ്ങൾ കരസ്ഥമാക്കിയിട്ടുള്ളത്. എങ്ങനെയൊക്കെയാണ് നാട്ടിലെവിടെയാണ് പഠിക്കുന്നത്? ഇത്തരം കാര്യങ്ങൾ കൂടെ ഒന്ന് പറയാം. നാട്ടിൽ നമുക്കറിയാം, ചെമ്മാട് ദാറുൽ ഇസ്ലാമിക് യൂണിവേഴ്സിറ്റിയിലാണ് ഞങ്ങൾ പഠിക്കുന്നത്. അവിടെ പഠിച്ചു എന്നുള്ളത് തന്നെയാണ് ഇത്തരം ഒരു മേഖലയിലേക്ക് എത്തിപ്പെടാനുള്ളൊരു കാരണം. എന്ന് പറയുമ്പോൾ ഇവിടെ ബേസ് തുടക്കം മുതൽ തന്നെ 4 ഭാഷകളിൽ മലയാളം, ഇംഗ്ലീഷ്, ഉറുദു, അറബി ഭാഷകളിൽ കൃത്യമായിട്ടുള്ള ബേസ് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ നമ്മൾ 4ാം ക്ലാസ് മുതൽ തന്നെ നമ്മൾ ഈ മുനാദറ എന്നുള്ള മേഖലയിലേക്ക്, നാദി മുനാദറ അറബി ക്ലബ്ബുണ്ട്. ക്ലബിൻ്റെ കീഴിൽ കൃത്യമായ പ്രവർത്തനങ്ങൾ നടക്കുന്നുണ്ടും തുടർച്ചയായിട്ടുള്ള കോച്ചിങ് അത് തന്നെയാണ് ഈ ഒരു റെസിസ്റ്റൻസാണ് ഈ ഒരു വിജയത്തിന് കാരണം ഞങ്ങൾ മനസ്സിലാക്കി. പിന്നെ ദുആ, അതുപോലെ തന്നെ തോഫീക്ക്. എങ്ങനെയാണ് ഇതിൻ്റെ ഒരു പ്രോസസ്സ്? എങ്ങനെയായിരുന്നു? നേരത്തെ ആദ്യം ഓൺലൈൻ മത്സരമായിരുന്നു, പിന്നീടാണ് ഇതിലേക്ക് എത്തിയത്. എങ്ങനെയാണ് പ്രോസസ്സ്? മുമ്പ് ഒരു ഏപ്രിലാണെന്ന് തോന്നുന്നില്ലേ, ഏപ്രിൽ സമയത്താണ് ഇതിൻ്റെ ഫസ്റ്റ് വന്നത്, റിക്വസ്റ്റ് വന്നത്. അങ്ങനെ നമ്മൾ മത്സരിക്കാൻ വേണ്ടി രജിസ്റ്റർ ചെയ്ത് ആദ്യം 40 രാജ്യങ്ങളായിരുന്നു ഉണ്ടായിരുന്നത്. ആ 40 രാജ്യങ്ങളിൽ നമുക്ക് ആദ്യം ഒരു 5 വിഷയം തന്നിരുന്നു. 5 മത്സരങ്ങളാണ് ആദ്യം ക്വാളിഫിക്കേഷൻ റൗണ്ടിലുണ്ടായിരുന്നത്. ആ 5 മത്സരങ്ങളിൽ പ്രഖ്യാപിക്കപ്പെട്ട വിഷയങ്ങളിൽ 2 വിഷയം നമുക്ക് വന്നു. ബാക്കി 3 വിഷയം നമുക്ക് സ്പോട്ടിൽ 20 മിനിറ്റ് മുമ്പ് നൽകപ്പെടും. അതിൽ നമ്മളൊരു 20 മിനിറ്റ് കൊണ്ട് പ്രിപ്പയറായിട്ട്, ഡിവൈസസ് ഒന്നും ഇല്ലാതെ പ്രിപ്പയറായിട്ട് അവതരിപ്പിക്കാനുണ്ടായിരുന്നു. അത് തന്നെ മിക്സഡായിട്ടായിരുന്നു. 40 രാജ്യങ്ങൾ അറബികളും അല്ലാത്ത രാജ്യങ്ങളും ഒക്കെ മിക്സഡായിട്ടായിരുന്നു ആ മത്സരങ്ങളുണ്ടായിരുന്നത്. അതിനുശേഷം അതിൽ നിന്ന് 16 രാജ്യങ്ങളെയാണ് ഇങ്ങോട്ട് ഖത്തർക്ക് ക്വാളിഫൈ ചെയ്തിട്ടുള്ളത്. അതിൽ ഏതൊക്കെ ടീമുകളായിരുന്നു ഉണ്ടായിരുന്നത്? ഒന്ന് ബ്രൂണൈ, രണ്ട് മലേഷ്യ, കാനഡ. ഈ ടീമിനായിരുന്നത്. പിന്നെ ഫൈനലിക്ക് മലേഷ്യനായിരുന്നു. പിന്നെ മലേഷ്യ ഞങ്ങളിതുപോലെ ഒന്നും ഹൈ ലെവലിൽ കണ്ട ടീം വരും. ഇവിടെ IUM യൂണിവേഴ്സിറ്റി ഉള്ളതുകൊണ്ട് ഞങ്ങൾക്കൊരു പേടിക്കുണ്ടായിരുന്നു ആദ്യം. പക്ഷേ ഞങ്ങൾ പ്രതീക്ഷയിലേറെ സന്തോഷത്തിൽ ഞങ്ങൾക്ക് വിക്ടറി കിട്ടിയത്. കാരണം 3 റൗണ്ടിൽ ജയിക്കുകയും ചെയ്ത് ഫൈനലിൽ വന്നപ്പോൾ അതിലും ജയിക്കുകയും ചെയ്തു. ഒരു കംപ്ലീറ്റ് ഡൊമിനൻസ് കിട്ടി. ഇത് ഈ ഒരു മത്സരത്തിൻ്റെ പ്രോസസ്സ് എങ്ങനെയാണ്? എങ്ങനെയാണ് ഇത് നടക്കുന്നത്? എങ്ങനെയാണ് ഇതിൽ 2 പക്ഷങ്ങളാണ് ഉണ്ടാവുക. അനുകൂല പക്ഷം ഉണ്ടാവും, അതുപോലെ തന്നെ പ്രതികൂല പക്ഷം ഉണ്ടാവും. ഒരു വിഷയം നൽകപ്പെട്ടാൽ അതിനെ അനുകൂലിക്കുന്ന പക്ഷം അവരുടെ എന്ന് പറഞ്ഞാൽ 3 ആളുകളാണ് ഒരു ടീമിലുണ്ടാവുക. പക്ഷെ 4 റോൾ ഉണ്ടാവും. എന്ന് പറഞ്ഞാൽ ഫസ്റ്റത്തെ ആൾ വന്നിട്ട് മൗഖിഫ് എന്ന് പറയും, അതായത് നമ്മുടെ സ്റ്റാൻസ് എന്താണെന്നുള്ളത് വിശദീകരിക്കാം. പിന്നെ അടുത്ത ആൾ വന്നിട്ട് ആർഗ്യുമെൻറ്റ്സ് കൊണ്ടുവരാം. 3ാമത്തെ ആൾ വന്നിട്ട് അപ്പുറത്തെ ടീം പറഞ്ഞ കാര്യങ്ങൾ എന്ത് ചെയ്യാം, അതിനെ റിഫ്യൂട്ട് ചെയ്യുക എന്നുള്ളതാണ്. അതുപോലെ തന്നെ 4ാമത്തെ റോൾ വരും. അത് 1-2 സ്പീക്കേഴ്സിൽ നിന്ന് ഒരാളായിരിക്കും എന്ത് ചെയ്യുക, 4ാമത്തെ റോൾ വരിക. എന്ന് പറഞ്ഞാൽ കൺക്ലൂഡ് ചെയ്യുക, ഇതുവരെ നടന്നത് എന്താണെന്ന് കൺക്ലൂഡ് ചെയ്തിട്ട് എന്തുകൊണ്ട് നമ്മൾ വിജയിക്കാൻ കൂടുതൽ അർഹരാണെന്നുള്ളത് വ്യക്തമാക്കുക എന്നുള്ളതാണ്. അങ്ങനെയാണ് ഈ ഒരു ഇതിൻ്റെ ഇത് നടക്കുന്നത്. പിള്ളേരെങ്ങനെയുണ്ട്? പിള്ളേർ ഉഷാറാണ്, പൊളിയാണ്. ചാമ്പ്യന്മാരായി എന്ന് പറഞ്ഞാൽ ഇതിൻ്റെ ഒരു ടോപ്പിക്സ് വരുന്ന രീതി എങ്ങനെയാണെന്ന് വെച്ചാൽ, നമ്മൾ ദാറുൽ നിന്ന് ഇവർ പഠിച്ച് എടുത്ത ഈ ഒരു സംഗതി അവർ അപ്ലൈ ചെയ്യുന്നൊരു മേഖല എന്ന് പറഞ്ഞാൽ, ഇവിടെ നേരത്തെ പറഞ്ഞു കാനഡയുടെ ഒരു ടീമൊക്കെ മത്സരിക്കാനുണ്ടായിരുന്നു എന്ന് പറഞ്ഞു. അപ്പം അവരുടെ മത്സരാർത്ഥികൾ എന്ന് പറഞ്ഞാൽ മൈഗ്രൻസ് ആണ്. സിറിയ, ലബനാൻ, ലിബിയ, അതുപോലെ തന്നെ ഫിലസ്തീൻ. ഈ 4 രാജ്യങ്ങളിൽ നിന്ന് വന്ന അറബ് ഒറിജിനായിട്ടുള്ള അറബി നന്നായി സംസാരിക്കാൻ കഴിയുന്ന ആളുകളാണ്. അപ്പം അവരുടെ കൂടെ മത്സരിക്കുമ്പോൾ ഇവർ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഓൽക്കൊരു ആശങ്ക ഉണ്ടായിട്ടുണ്ടാവണം. എന്നിരുന്നാലും ഇതിന് വരുന്ന ടോപ്പിക്സ് എന്ന് പറഞ്ഞാൽ പോളിസി മേക്കിംഗ്. നമ്മൾ ഈ ഒരു പാർലമെൻറ്റിൽ ഇപ്പോൾ പല വിഷയങ്ങൾ, സമൂഹത്തിലുള്ള സോഷ്യൽ ഇഷ്യൂസിനെ എന്താ പറയുക, എങ്ങനെ നമ്മൾ അതിനുള്ള സൊല്യൂഷൻസ് കാണാം, ആ ഡെസിഷൻ മേക്കിങ്, ഈ ഒരു മേഖലയിലുള്ള വിഷയങ്ങളാണ് എന്താ ചർച്ചയ്ക്ക് വരിക. അപ്പം ഇനി ഭാവിയിൽ ഇൻഷാല്ലാ അവരുടെ ലൈഫിലും ജീവിതത്തിലും പ്രതിസന്ധി ഘട്ടങ്ങളിലൊക്കെ തീരുമാനങ്ങൾ എടുക്കുന്നതിലും ഫാമിലിയുമായി ബന്ധപ്പെട്ട വിഷയങ്ങളിലും എല്ലാവിധ ഡെസിഷൻ മേക്കിംഗ്, പോളിസി മേക്കിംഗ്, ഈ ഒരു മേഖലയിൽ ഇവർക്ക് വളരെ ഉഷാറായിട്ട് എന്താകാൻ കഴിയും. ഇനി ജീവിതത്തിലും ഇത് ഉപകാരപ്പെടുമെന്ന് വിചാരിക്കുന്നു. ഇൻഷാല്ലാ ഇനി യൂണിവേഴ്സിറ്റി തലത്തിലുള്ള മത്സരങ്ങളിലൊക്കെ പങ്കെടുക്കാനുള്ള തോപ്പിക്കുണ്ടാവട്ടെ. അപ്പം ഏതായാലും നല്ല മണി പോലെ അറബി പറയുന്ന അറബ് വംശജരോടൊക്കെ മുട്ടിയിട്ടാണ് നമ്മളെ കേരളത്തിലെ പിള്ളേർ ദോഹയിൽ നിന്ന് കിരീടം തൂക്കിയിട്ട് കേരളത്തിലേക്ക് തിരിച്ചു പോകുന്നത്.